ഈ കല്യാണത്തിന് എന്തായാലും സാരി ഉടുക്കണമെന്ന് ഓർത്തിരുന്ന ഞാൻ പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് ചുരിദാറിലോട്ടാക്കി മാറ്റി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബ്രൈഡിന് 2 സാരി ഉടുപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഈ ഒരു ഓഡിറ്റോറിയം വരുന്നത്. ഒരു കരയോഗത്തിലായിരുന്നേ. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറി കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രൈഡും ഗ്രൂമും എല്ലാം റെഡി ആയിട്ട് എത്തിയിട്ടുണ്ടേ. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ പന്തിക്ക് തന്നെ ഞാൻ കഴിക്കാൻ പോയി കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന് സാരി ഉടുപ്പിക്കണമല്ലോ. അപ്പം അങ്ങനെ കഴിച്ചിട്ട് ഞാൻ പോയി ആദ്യത്തെ സെറ്റും മുണ്ടും ഉടുപ്പിച്ച് കൊച്ചിനെ വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ബ്രൈഡ് പോയി ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെറ്റും മുണ്ട് എടുത്തത്. അടുത്ത് രണ്ടാമത്തെ സാരിയും കൂടെ ഉടുപ്പിച്ച് കൊടുത്തിട്ടാട്ടോ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോരുന്നത്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ള ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു കേട്ടോ മാരേജ്. അപ്പം ഞാൻ ഒറ്റയ്ക്കാട്ടോ പോയിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് വൈകുന്നേരം കൊച്ചിന് റിസപ്ഷൻ മേക്കപ്പ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, സമയം കിട്ടിയില്ല കേട്ടോ. കിട്ടിയ ഒരു ഫോട്ടോ ഞാൻ ലാസ്റ്റ് ഇട്ടേക്കാവേ. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ വന്ന് റെഡി ആയിട്ട് റിസപ്ഷന് പോകാൻ ഇറങ്ങുന്നത്. അപ്പൊ ഏട്ടനും ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ബ്രൈഡും ഗ്രൂമും ഒക്കെ ഫുഡ് കഴിക്കാൻ പോയ ടൈം ആയിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങളും കുറച്ച് നേരം പോയി സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ തിരിച്ചു പോകുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.